അതിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു വാക്യശകലമാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. ഒന്നുകൂടെ ആ വാക്യങ്ങൾ ക്രമത്തിൽ വായിക്കണം. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഒന്നുകൂടെ തമിഴില്. ஆகையால் இந்த வார்த்தைகளினாலே நீங்கள் ஒருவரை ஒருவர் தேற்றுங்கள். ആമേൻ. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മുന്നേയും നാമന്നീ മുന്നേയും നാമന്നീ എന്നും മാറാതിരുന്നവൻ നീ മുന്നേ ഇരുന്നവൻ നീ എന്നും മാറാതിരുന്നവൻ നീ മുന്നേ ഇരുന്നവൻ നീ എന്നും മാറാതിരുന്നവൻ നീ മുന്നേ ഇരുന്നവൻ നീ എന്നും മാറാതിരുന്നവൻ നീ വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്ദിത വല്ലഭനേ വന്നവൻ നീയേ വരാനുള്ളവൻ നീയേ വന്ദിത വല്ലഭനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ എന്നിക്കാനന്ദകാരണനേ സുന്ദര രക്ഷകനേ എന്നിക്കാനന്ദകാരണനേ സുന്ദര രക്ഷകനേ എന്നിക്കാനന്ദകാരണനേ ഇന്നലെയും ഇന്നും എന്നും അനന്യനേ വന്ദനം വന്ദനമേ ഓ ഇന്നലെയും ഇന്നും എന്നും അനന്യനേ വന്ദനം വന്ദനമേ സുന്ദര രക്ഷകനേ
എന്നും കർത്താതി കർത്താവും നീ, രാജാതി രാജാവും നീ, എന്നും കർത്താതി കർത്താവും നീ, ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, സുന്ദര രക്ഷകനേ. ഷാരോനിലെ റോസ നീ, 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 എനിക്കാരോമൽ സ്നേഹിതൻ നീ, ഷാരോനിലെ റോസ നീ, എനിക്കാരോമൽ സ്നേഹിതൻ നീ, എന്മേൽ വിരിച്ച നീ സ്നേഹകോടി കീഴിൽ എന്നുമൻ വിശ്രാമമേ, ഓ എന്മേൽ വിരിച്ച നീ സ്നേഹകോടി കീഴിൽ എന്നുമൻ വിശ്രാമമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, 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 ഇന്നലെയും ഇന്നോ എന്നും അനന്യനെ വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ,
ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഒരു ഹല്ലേലൂയയും കൂടെ പാടിയാട്ടെ. ഇവിടെ പാടുക എന്നല്ല, പോടുക എന്നാ പറഞ്ഞത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെടുത്ത ഒന്നുകൂടെ വായിച്ചു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. വേറെ കാര്യം ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കണ്ട. ആശ്വസിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാ? ദൈവവചനം കൊണ്ട്. സ്തോത്രം. വചനത്തിന് വളരെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം കൊണ്ട് ആശ്വസിപ്പിക്കണമെന്ന് പറയുന്നത്. അന്യോന്യം. ഈ വചനം ഒരിക്കലും മാറ്റമുള്ളതല്ല. ആകാശവും ഭൂമിയൊക്കെ മാറും, വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇതെല്ലാം കോപ്പിയാ, ഒറിജിനൽ അവിടെ ഉണ്ട്. സ്തോത്രം. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അതിവേഗത്തിൽ ഓടും. നാം ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ, വചനം ഉരുവിടുമ്പോൾ, വചനം വിശ്വസിക്കുമ്പോൾ ഈ വചനം അതിവേഗത്തിൽ ചെന്ന് ക്രിയ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. സ്തോത്രം. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ് ദൈവവചനം. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ആരെങ്കിലും ഈ തിരുവചനം കേട്ടാൽ ജീവിതത്തിന്റെ കയ്പുകളെല്ലാം മാറി ജീവിതം മധുരപൂർണമാക്കി തീർക്കുവാൻ പര്യാപ്തമാണ് ദൈവവചനം. സ്തോത്രം. രോഗികളായി ഭാരപ്പെട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്നെങ്കിൽ ഈ വചനം വിശ്വസിക്കുക. വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. വചനത്തിന് ശക്തിയുണ്ട്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇത് ശുദ്ധി ചെയ്തതാണ് ഈ തിരുവചനം. ഇതിനകത്ത് കീടമോ കേടോ പാടോ പരുവക്കേടോ ഒന്നുമില്ല. നിർമ്മല വചനം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവവചനം. ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയെല്ലാം വേർപെടുത്തുന്ന വരെ തുളച്ചു ചെല്ലുന്നതാ ദൈവവചനം. യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. കർത്താവ് ഒരിക്കൽ അരുളി ചെയ്തു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. അപ്പോൾ അങ്ങനെയുള്ള ഈ തിരുവചനം ഇത് അണ്ണാക്കിന് മധുരമാണ്. ഇത് സൗഖ്യമാക്കുന്ന വചനമാണ്. അങ്ങനെയുള്ള ഈ തിരുവചനത്തിനെ പറ്റി വീണ്ടും ഓർപ്പിക്കുക. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. സ്തോത്രം. എന്നിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊല്ലോഴ. എന്നിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊല്ലോഴ. നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകോഴ. സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകോഴ. എന്നിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊല്ലോഴ. സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകോഴ. അപ്പൊ ശ്രദ്ധിക്കുക. ഇന്ന്
ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും. കാരണം ഇവരെ നമ്മളെ വിളിച്ചു, അവരും കുഴപ്പമില്ലെന്നില്ല, വളരെ നന്നായിരിക്കുന്നു. ഈ ഏരിയയിൽ വല്ലോ ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾ മരണേ, നന്നായിരിക്കും, കൈ കണങ്ങി നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഇന്നലെയും പ്രശ്നമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈരണ്ട് ശീല പാട്ട് പാടും. എന്നെ വിളിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാമല്ലോ, വലിയ ട്യൂണും സ്വരവും ശ്രുതിയും ഒന്നും വെക്കുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈരണ്ട് ശീല പാട്ട് പാടും. വിളിക്കുന്നവർ അതുകൂടെ കരുതിയെ വിളിക്കാവൂ. ദൈവത്തിന് മഹത്വം. പിന്നെ ഞാൻ പാടുന്ന പാട്ടെല്ലാം ആ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന പാട്ടും ആ പാട്ടിനകത്ത് തന്നെ ദൂതുകൊണ്ട്. ഭക്തരായ അനേക കർത്തദാസന്മാർ അനുഭവത്തിന്റെ തീച്ചൂളയിൽ കൂടിയും അനുഭവങ്ങളിൽ കൂടിയും പോയപ്പോൾ എഴുതിയ വചനാടിസ്ഥാന പ്രകാരമുള്ള പാട്ടുകളാണ്. അപ്പൊ പാട്ടും ഒരു മെസ്സേജാണ്. അത് വിവരമുള്ളവർക്കറിയാം. ഇതിനകത്ത് ആളതാമസവും കൂടെ വേണം. ആട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും സ്നാനപ്പെട്ടതല്ലേ? അല്ലെങ്കിൽ കൈക്ക് മുങ്ങിക്കോണം. അപ്പൊ ശ്രദ്ധിക്കുക, സ്നാനപ്പെടുക മാത്രമല്ല, വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശയിൽ പങ്കുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് നാം എല്ലാവരും അങ്ങ് കാണണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. ഏത് വചനങ്ങളെ കൊണ്ട്, ഇത് മുഴുവൻ തിരുവചനമാണ്. പിന്നെ നമ്മുടെ ആളാണ് അവനറിയാം ഇങ്ങോട്ട് നോക്കിയാൽ പിടികൂടുമെന്ന്. അവൻ അങ്ങോട്ട് നോക്കി കിടക്കുന്നത്, അനന്തശയനം പോലെ അങ്ങോട്ട് നോക്കി കിടക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, എനിക്കാണെ വളരെ നിർബന്ധമാ യോഗത്തിന് എല്ലാവരും അടങ്ങിയിരിക്കണമെന്നുള്ളത്. ശ്രദ്ധയും ഏകാഗ്രതയും പോകും. അപ്പൊ അതുകൊണ്ടാണ്, പിള്ളേരോട് അരിച്ചുകൊണ്ടായിട്ടൊന്നുമല്ല. തലയൊക്കെ വെച്ച് യാചിക്കാൻ തോന്നി. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഇത് മുഴുവൻ തിരുവചനമാണ്. അപ്പൊ അതെല്ലാം പറയാൻ നേരമില്ല. ആ എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് അവിടെ ഒരു ചെറിയ ഖണ്ഡികയുണ്ട്. ആ ഖണ്ഡികയിലെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ആ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചോണം. ഇനി അതിന്റെ 13 മുതലുള്ള തിരുവെടുത്തുകളൊന്ന് ഓടിച്ച് വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ യേക്ഷിക്കുന്നവരായ നാം അവർക്ക് മുമ്പാകെ ഇല്ല എന്ന് നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്തത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും. അതെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. മലയാളികൾക്ക് എല്ലാ വാക്യം തിട്ടമാ. ഏതാ? ചെടിച്ച് പെന്തിക്കോസുകാർക്ക്, തമിഴ്നാട്ടുകാർക്കും ഈ ഭാഗം തിട്ടമാ. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ യേക്ഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചോണം.
തമിഴിലൊന്ന് വായിച്ചോ. ഏതായാലും സഹോദരിയും വായിക്കാൻ ഇന്നലെ മുതൽ വളരെ നന്നായിട്ട് വായിക്കുന്നുണ്ട്. തമിഴിലും വായിക്കും. 13 മുതൽ ഓടിച്ചു വായിച്ചോ. அன்பின் சகோதரரே, நித்திரை அடைந்தவர்களின் நிமித்தம் நீங்கள் நம்பிக்கையற்றவர்களான மற்றவர்களைப் போல துக்கித்து அறிவில்லாதிருக்க எனக்கு மனதில்லை. இயேசுவானவர் மரித்து பின்பு எழுந்தார் என்று விசுவாசிக்கிறோமே, அப்படியே இயேசுவுக்குள் நித்திரை அடைந்தவர்களையும் தேவன் அவரோட கூட கொண்டு வருவார். கர்த்தருடைய வார்த்தையை முன்னிட்டு நாங்கள் உங்களுக்கு சொல்லுகிறதாவது, கர்த்தருடைய வருகை மட்டும் உயிரோடு இருக்கும் நாம் நித்திரை அடைந்தவர்களுக்கு முந்திக் கொள்வதில்லை. ஏனெனில் கர்த்தர் தாமே ஆரவாரத்தோடும் பிரதான தூதனுடைய சத்தத்தோடும் தேவ எக்காலத்தோடும் வானத்திலிருந்து இறங்கி வருவார். அப்பொழுது கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள். பின்பு உயிரோடு இருக்கும் நாமும் கர்த்தருக்கு எதிர்கொண்டு போக மேகங்கள் மேல் அவர்களோடு கூட ஆகாயத்தில் எடுத்துக்கொள்ளப்பட்டு இவ்விதமாய் எப்பொழுதும் கர்த்தருடனே கூட இருப்போம். ஆகையால் இந்த வார்த்தைகளினாலே நீங்கள் ஒருவரை ஒருவர் தேற்றுங்கள். ആമേൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഈ 13-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ ഉള്ള ഈ ഭാഗത്ത് ഉള്ള ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഇന്ന് രാത്രി നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അപ്പൊ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. നമുക്കറിയാം തെസ്സലോനിക്ക ലേഖനം ഇത് പൗലോസ് എഴുതിയ ലേഖനമാണ്. തെസ്സലോനിക്കർക്ക് 2 ലേഖനം പൗലോസ് എഴുതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രസംഗത്തിൽ ഈ ഭാഗമൊക്കെ പ്രസംഗിക്കുമ്പോൾ മുഖവരിയായിട്ട് അത് പറയാറുണ്ട്. അത് പറഞ്ഞേച്ചാ ആ ഭാഗത്തേക്ക് വരുന്നത്. 2 ലേഖനം പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതി. 2 ലേഖനത്തിൽ പ്രധാനമായിട്ട് 2 വിഷയം. പിന്നെയും വരിക, കുഴപ്പമില്ല. അപ്പൊ 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം എപ്പോഴും ഞാൻ പറയാറുണ്ട്, 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. ആ 2 പേര് ആരെന്ന് ചോദിച്ചാൽ, ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. അന്തിക്രിസ്തു എന്നൊക്കെ ചിലര് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാലേ ചിലർക്ക് പിടികിട്ടുകയുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിന്റെ ശരി പ്രയോഗം മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് എതിർ ക്രിസ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി. 1, 2 ലേഖനം. 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. ആ 2 പേര്, ഒരാള് യേശു ക്രിസ്തു, 2ാമത് വ്യക്തി എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ പ്രത്യക്ഷത യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിലെ പ്രത്യക്ഷത എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് കാണിക്കുന്ന ഒരു വാക്യം വായിച്ചോ. 2:9. 2-ാം ലേഖനം 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. തമിഴിൽ വായിച്ചേ. அந்த அக்கிரமக்காரனுடைய வருகை. അക്രമക്കാരൻ കുറച്ചുകൂടെ നല്ലത്. അക്രമക്കാരൻ. അക്രമക്കാരൻ. അപ്പൊ ഒരു പാട്ട് ഓർമ്മ വരുന്നു. അക്രമമാചയമോർത്തിട്ടർത്ഥമെന്തെന്നറിയാതെ, അക്രമമാചയമോർത്തിട്ടർത്ഥമെന്തെന്നറിയാതെ ചെപ്പടി കളി നടത്തും സഭ്യരല്ല കലന്മാരെ. ചെപ്പടി കളി നടത്തും സഭ്യരല്ല കലന്മാരെ. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. നല്ല പറയാം, അക്രമക്കാരൻ. അതാ ഒന്നുകൂടെ വായിച്ച കേക്കട്ടെ. അപ്പം 2-ാം ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അക്രമക്കാരന്റെ കാര്യമാണ്. സ്തോത്രം. അക്രമക്കാരൻ അതാ എനിക്ക് കുറച്ചുകൂടെ നല്ലതാ. ഇവൻ കാണിക്കുന്ന അക്രമങ്ങൾ അല്ലേ,
എന്തെല്ലാം അക്രമങ്ങളാണ്. അവനൊരു വ്യക്തിയുടെ ദേഹത്തോട്ട് കയറുകയോ ഒരു ദേശത്ത് വരികയോ ഒരു കുടുംബത്തിൽ കയറിയ കാണിക്കുന്നത് മുഴുവൻ അക്രമമാണ്. ഇപ്പം സഭയ്ക്കകത്ത് ഇവൻ കയറിയിട്ടുണ്ട് പലർക്കും. ആ കാണിക്കുന്ന മുഴുവൻ അക്രമമാണ്. അമ്മയെ കുത്തിക്കൊല്ലുന്നു, അപ്പനെ കുത്തിക്കൊല്ലുന്നു, പിള്ളേരെ കിണറ്റിയിട്ടേച്ച് ഒരുത്തൻ്റെ കൂടെ ഓട്ടോയിൽ പോകുന്നു. അക്രമമല്ലേ അവളെ കാണിച്ചേ? 2 പൊടിപ്പിള്ളേരെ ഇട്ടേച്ച് അവൾ ഒരുത്തൻ്റെ കൂടെ. നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ഇതെല്ലാം അക്രമമാണ്. ചേട്ടനും അനിയനും വഴക്കുണ്ടാക്കുന്നു, ചേട്ടനെ കുത്തിക്കൊല്ലുന്നു, അപ്പനെ കുത്തിക്കൊല്ലുന്നു, വസ്തുവിന്റെ അവകാശത്തിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം അക്രമങ്ങളാണ്. അപ്പം 2-ാം ലേഖനത്തിലെ വിഷയം അക്രമക്കാരന്റെ കാര്യമാണ്. അതെ, നമുക്ക് പിന്നീട് എങ്ങാനും ഒരിക്കൽ സമയമുണ്ട്. അതെ, 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം 1-ാം ലേഖനത്തില് എത്ര അധ്യായമുണ്ട്? വായിച്ചവരോടാ ചോദ്യം. ഇങ്ങോട്ട് നോക്കിയോ? നോക്കാതെ വേണേ പറഞ്ഞു, നോക്കാതെ പറയാൻ ഒതുക്കുന്നില്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു. എത്ര അധ്യായമുണ്ട് 1-ാം ലേഖനത്തിന്? 5 അധ്യായം. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് അവിടെ എഴുതിയിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. വായിച്ചേ 1-ാം അധ്യായത്തിന്. ഞാൻ ക്രമത്തിൽ വാക്യം പറയാം, നിങ്ങൾ ക്രമത്തിൽ വായിച്ച് മലയാളത്തിലും തമിഴിലും വായിച്ചോണം. 1-ാം അധ്യായത്തിന്റെ 9, 10 വാക്യവും 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിന് മുമ്പേ വായിച്ച 13 മുതൽ 18 വരെയുള്ള വാക്യവും 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യവും. ഈ വാക്യങ്ങളെല്ലാം ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയുന്നു. വായിക്കാൻ ക്രമത്തിൽ 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യം, 5-ാം അധ്യായത്തിന്റെ 23 മുതൽ താഴോട്ടുള്ള വാക്യം. ക്രമത്തിൽ രണ്ടുപേരും വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്, സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന്. യേശു പ്രത്യക്ഷപ്പെടും. തമിഴ് വായിച്ചേ. ஏனெனில் அவர்கள் தாமே எங்களை குறித்து உங்களிடத்தில் நாங்கள் அடைந்த பிரவேசம் இன்னதென்பதையும் ஜீவனுள்ள மெய்யான தேவனுக்கு ஊழியம் செய்வதற்கு நீங்கள் விக்கிரகங்களை விட்டு தேவனிடத்துக்கு மனம் திரும்பினதையும் அவர் மரித்தோர்ந்து எழும்பினவரும் இனி வரும் கோபாக்கினை நின்று നമ്മെ നീങ്കലാക്കി രക്ഷിക്കുന്നവരുമായി ഇരിക്കുകയാണ്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ നീങ്കലാക്കി. അവിടെ എനിക്ക് ഒന്ന് കോപാക്കിനെ അങ്ങാണ്ട് പറഞ്ഞു. ഒന്ന് വായിച്ചു. അങ്ങനെ അങ്ങോട്ട് എനിക്ക് തോന്നി, അങ്ങനെ വായിച്ചതുപോലെ. ഇനി വരും കോപാക്കിനെ നിன்று. കോപാക്കിനെ എനിക്ക് തമിഴാ നല്ലത്, പക്ഷെ എനിക്ക് വായിക്കാനും എഴുതാനും അറിയാൻ മേല. തമിഴാ നല്ലത്. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന്, അതാ മലയാളത്തിൽ. തമിഴിൽ കോപാക്കിനി. ഞാട്ടിന്റെ കോപതിപസം വരും നേരം, കുഞ്ഞാട്ടിന്റെ കോപതിപസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. കുഞ്ഞാട്ടിന്റെ കോപതിപസം വരും നേരം, കുഞ്ഞാട്ടിന്റെ കോപതിപസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും. അപ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നാണ് 1-ാം അധ്യായത്തിൽ തെളിവ് തന്നിരിക്കുന്നത്. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെയും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. തമിഴിൽ വായിച്ചേ. എങ്ങൾക്ക് നമ്പിക്കയും സന്തോഷവും മகிழ்ச்சியின் கிரீடமுமாய் இருப்பவர்கள் யார்? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവരുടെ, അപ്പോൾ അവിടെയും യേശു ക്രിസ്തുവിന്റെ വരവ്, പ്രത്യക്ഷത പൗലോസ് 2-ാം അധ്യായത്തിലും തെളിയിച്ചിരിക്കുന്നു.
ഇനി 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത, അവിടെയും പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. തമിഴിൽ വായിച്ചേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തമது பரிசுத்தவான்கள் அனைவரோடும் கூட வரும்போது. അപ്പോൾ അവിടെയും ക്രിസ്തു വിശുദ്ധന്മാരുമായിട്ട് വരും. സ്തോത്രം, പ്രത്യക്ഷപ്പെടും. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് വായിച്ചു. മുമ്പേ വായിച്ചതായെങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത പദം കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുന്നു. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ. അപ്പൊ ഇടയ്ക്ക് കയറി പറയാ, നമ്മുടെ ദൈവം സമാധാനം തരുന്ന ദൈവമാണ്, അല്ലാതെ അടിപിടി ഉണ്ടാക്കാൻ ആഹ്വാനം തരുന്ന ദൈവമല്ല. അവന്റെ തല വെട്ടിക്കൊണ്ട് വാ, ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നെന്ന് പറയുന്ന ദൈവമല്ല. അവന്റെ കുടുംബം കുളം തോണ്ടിയേച്ചു വാ, ഞാൻ അനുഗ്രഹിക്കാമെന്നല്ല. ദൈവം സമാധാനം ഉണ്ടാക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളും സമാധാനം ഉണ്ടാക്കണം. അത് മിക്കവാറും നടക്കുമെന്ന് തോന്നുന്നില്ല. സ്തോത്രം. സമാധാനം. ഇപ്പൊ ഒരു വീട്ടിലൊരു അഭിപ്രായ വ്യത്യാസം വന്ന് 3-ാമതൊരാൾ ചെന്നുമ്പോ കലക്കേച്ച് പോകരുത്, സമാധാനം ആക്കിയേച്ച് പോകണം. അങ്ങനല്ലേ വേണ്ടേ? നമ്മള് സമാധാന പുത്രന്മാരല്ലേ? ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അത് പിന്നെയും വഷളാക്കുകയല്ല. നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ സമാധാനമാക്കണം. ഇത് എരുതിക്കകത്ത് എണ്ണ ഒഴിച്ചാ പലരും പോകുന്നത് അവര് ഷാജിന്റെ സന്തതികളാണ്. ദൈവത്തിന്റെ മക്കളെ സമാധാനം ഉണ്ടാക്കണം. കാരണം നാം സേവിക്കുന്ന നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ക്രിസ്തു നമ്മുടെ സമാധാനം. അവിടുന്ന് പറഞ്ഞേച്ചാ പോയത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന. ആ സമാധാനം നമ്മളിൽ ഉണ്ടാകണം. സ്തോത്രം. ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന, മനുഷ്യനോടും സമാധാനം ഉണ്ടായിരിക്കണം, തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കണം. ആട്ടെ, സമാധാനത്തിന് ഒന്നുകൂടെ വായിച്ചോ. 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ഓർഡർ കണ്ടോ? ആത്മാവ്, പ്രാണൻ, ദേഹം. ഇതാണ് ദൈവം വെച്ച ഓർഡർ. ആത്മാവ്, പ്രാണൻ, ദേഹം. എന്നാല് സാധാരണ മലയാളികളാകുന്ന പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുമ്പോൾ നേരെ തല തിരിച്ച താവേ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിന്, ഒടുവിലെ ആത്മാവ്, ദേഹി ആത്മാവ്. ഇവിടത്തെ എങ്ങനെ ഓർഡർ? ആദ്യം ആത്മാവ്, പിന്നെ പ്രാണൻ, ഒടുവില ദേഹം. പക്ഷെ നമ്മള് ഗതികേട് കൊണ്ടാന്നോ അബദ്ധം കൊണ്ടാന്നോ അറിയായ്മ കൊണ്ടാന്നോ അതോ മനഃപൂർവ്വമാണോ നമ്മൾ ആദ്യം ദേഹത്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ആത്മാവിനാ പ്രാധാന്യം. നമ്മൾ നേരെ തിരിച്ചിട്ട് തമിഴിൽ എങ്ങനാ? അതാ ഞാൻ മുമ്പേ പറഞ്ഞ തമിഴാ നല്ലതെന്ന്. തമിഴ് சமாதானத்தின் தேவன் தாமே உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. உங்கள் ஆவி ஆத்துமா சரீரம் முழுவதும் நம்முடைய கர்த்தராகிய இயேசு ഒന്നുകൂടെ വായിച്ചു. சமாதானத்தின் தேவன் தாமே உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. അടുത്തത് உங்கள் ஆவி എന്ന് പറഞ്ഞാൽ ആത്മാവ്, പിന്നെ ആത്മാ ശരീരം, പ്രാണൻ, പിന്നെ ശരീരം. തമിഴ് തന്നെ നല്ലത്. സ്തോത്രം. കൃത്യത്തിനാണ് അവിടെ കൊടുത്തേക്കുന്നത്. മലയാളത്തിൽ വന്നപ്പോ നേരെ അത് മലയാളികൾ മിക്കവരും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ ഞങ്ങളുടെ ദേഹം തേകി ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക്, ഒടുവില ആത്മാവിനെ കൊടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് തമിഴിലും മറ്റ് പരിഭാഷയിൽ ആദ്യം ആത്മാവിനാ പ്രാധാന്യം.
ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? അന്തമെന്ത ചിന്ത ചെയ്യ സോദര വേഗം, അന്തമെന്ത ചിന്ത ചെയ്യ സോദര വേഗം. അധികവാസം ഈകത്തിലില്ലേ ഒടുവിലെന്താകും? അധികവാസം ഈകത്തിലില്ലേ. പാപം ചെയ്തു നാളുകളെല്ലാം പാടിലാക്കിയാൽ, പാപം ചെയ്തു കാലമെല്ലാം പാടിലാക്കിയാൽ, ഇന്ന് നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും? ഇന്ന് നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും? അപ്പൊ ശ്രദ്ധിക്കുക, ആത്മാവനാണ് പ്രഥമ സ്ഥാനം. അതെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും വായിക്കേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവിടെയും പ്രത്യക്ഷത. തമിഴിൽ വായിച്ചോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ കുറ്റമറ്റതായി ഇരിക്കുംപടി കാക്കപ്പെടുവதாக. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഓരോ അധ്യായത്തിലും പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു. യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. സ്തോത്രം. ഒരിക്കൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതെപ്പോഴാ? കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവിടുന്ന് അവതരിച്ചു. ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വചനം ജഡമായി ആ നസറേത്തിലെ ആ മാന്യ വനിതയുടെ ഉദരത്തിൽ അവിടുന്ന് ഉരുവായി. ആ സഹോദരിയോട് ദൂതൻ വന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോ ദൂതൻ പറഞ്ഞു, ഞാൻ ഗബ്രിയേല. നാടൻ ഭാഷയെ പറഞ്ഞ ദൂതൻ പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. മറിയ അന്തം വിട്ടെങ്കിലും തിരിച്ച് ചോദ്യം ചോദിച്ചെന്നുള്ളതാണ്. പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ മറുപടി, മറിയം, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ രണ്ട് ശക്തികൾ നിന്റെ ഉദരത്തിൽ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷ പ്രജ ഉരുവാകും. ആ പുരുഷ പ്രജ എല്ലാ പുരുഷന്മാരെ പോലെ അല്ല, അവനാണ് സാക്ഷാൽ പുരുഷൻ. ഈ മലയാളത്തിലൊക്കെ ചില പ്രയോഗമുണ്ട്. പുരുഷൻ എന്നുണ്ട്, പുരുഷോത്തമൻ എന്നുണ്ട്, ഉത്തമോത്തമൻ എന്നുണ്ട്, ഉത്തമ പുരുഷൻ എന്നുണ്ട്. മലയാളത്തിലെ ഒരു കവിതയ്ക്കകത്ത് എഴുത്തച്ഛൻ എഴുതിയ ഒരു പ്രയോഗമുണ്ട്. ഉത്തമ പുരാണ പുരുഷന്റെ ചരിതാനാമുത്തമമിതാതിലക് നായക ചരിത്രം. അപ്പൊ ഉത്തമ പുരാണ പുരുഷൻ, അതിലൊക്കെ ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു. അവിടുത്തെ പോലൊരു പൂർണ്ണ പുരുഷൻ, ഉത്തമ പുരുഷൻ, ഉത്തമോത്തമനായ ഉത്തമ പുരാണ പുരുഷനിൽ ശ്രേഷ്ഠനായ മഹത്വമുള്ള ഒരുവൻ ആമൻ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയില്ല. അവിടുന്നാണ് ശ്രേഷ്ഠനായ ആ പരമപുരുഷൻ. സ്തോത്രം, സ്തോത്രം. പൊൻപിള്ളക്കേടുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടുവന്ന്. പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ. വെള്ളോടുല
തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ആദിമനൂജനം ആദാമിൽ കൂടല്ലോ, ആദിമനൂജനം ആദാമിൽ കൂടല്ലോ, ആദിമനൂജനം ആദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ. ആദിമനൂജനം ആദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ. സ്വർഗമഹിമകൾ വീട്ടിലെത്തി വന്ന പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സാക്ഷാൽ പരമപുരുഷൻ യേശു ക്രിസ്തു. ഇത് മനുഷ്യന്റെ ഇഷ്ടത്താലും ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, വചനം ജഡമായി അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി പാർക്കുക. ആ സാക്ഷാൽ പുരുഷനായ ക്രിസ്തുയേശു കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ചു. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. നമ്മൾ ആരും ആ പ്രത്യക്ഷത കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരും, എന്നെ കേൾക്കുന്ന ആരും ആദ്യത്തെ പ്രത്യക്ഷത കണ്ടിട്ടില്ല. എന്നാൽ ആ പ്രത്യക്ഷത എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി അത് വിശ്വസിക്കുന്നവർക്ക് വരികയും ചെയ്യും. ക്രൂശിൽ കിടന്നപ്പോൾ അവിടുന്ന് തിരുവായി മൊഴിഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു പദം എല്ലാവർക്കും മനപാഠമാ: സകലതും നിവൃത്തിയായി. ഒന്നും ബാക്കിയിട്ടേ യേശു പോയില്ല. ഒന്നും ബാക്കിയിട്ടില്ല, എല്ലാം നിവർത്തിച്ചേച്ച അവിടുന്ന് പോയത്. അവിടുന്ന് ഇപ്പോൾ സ്വർഗത്തിൽ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ഇണക്കുക. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുയേശു അധികം താമസിക്കാതെ വീണ്ടും പ്രത്യക്ഷപ്പെടും. ആ പ്രത്യക്ഷതയെ പറ്റി ആ പൗലോസ് മുമ്പേ വായിച്ചു കേട്ട വാക്യത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും പ്രത്യക്ഷപ്പെടും. സ്തോത്രം. അപ്പോൾ ഓരോ അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ വരണം. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തെന്ന. അപ്പോൾ മനുഷ്യവർഗം മുഴുവൻ പാപികളാണ്. ഈ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ. ആ പാപികളാകുന്ന മനുഷ്യനെ രക്ഷിപ്പാനാണ് പാപമില്ലാത്ത പരിശുദ്ധനായ വിശുദ്ധനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. കുരുടനെ വഴി കാട്ടിയ രണ്ടും കുഴി പോകും. അതുകൊണ്ടാണ് യേശു പാപമില്ലാത്തവൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി, പങ്കപാടുകളും പീഡകളും സഹിച്ച് മരിച്ച് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമുക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആ ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും പ്രത്യക്ഷപ്പെടും. അപ്പോൾ തെസ്സലോനിക്കരോട് ഈ കാര്യമൊക്കെ പൗലോസ് വിളിച്ചോർപ്പിക്കുക. തെസ്സലോനിക്കരെ പറ്റി പഠിക്കുമ്പോൾ ഇവര് നല്ല
മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വിശ്വാസികളായിരുന്നു, നല്ല വിശ്വാസികളാണ്. ആ 1-ാം അധ്യായത്തിന്റെ ഇവരുടെ ക്വാളിറ്റി 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും ആഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയായിരുന്നു. തമിഴിൽ വായിച്ചേ. ഇவ்விதமாய் മക്കെദോനിയാവിലും അഖായാവിലുമുള്ള വിശ്വാസികൾ യാവർക്കും മാതൃകളാനീர்கள். അപ്പോൾ ഇവര് മാതൃകാ വിശ്വാസികളായിരുന്നു, തെസ്സലോനിക്കയിലെ വിശ്വാസികൾ. എന്തുവാ ഇവരുടെ മാതൃക? ഒത്തിരി മാതൃകകളുണ്ട്. ഒന്നാമത്തെ ഒരു മാതൃക, ദൈവദാസന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകര് ദൈവവചനം സംസാരിക്കുമ്പോൾ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതാ ഒരു മാതൃക. ഇവർക്ക് പലവിധമാകുന്ന കഷ്ടങ്ങളുണ്ട്. പലവിധമാകുന്ന കഷ്ടങ്ങളിൽ കൂടെ ഇവർ കടന്നു പോകുന്നത് തെസ്സലോനിക്ക വിശ്വാസികൾ. ഈ കഷ്ടങ്ങളെല്ലാം ഇവരെ അഭിമുഖീകരിക്കുന്നെങ്കിലും കഷ്ടതയുടെ ഈ ചൂളയിൽ കൂടെ പലരും കടന്നു പോയെങ്കിലും ഇവരുടെ ഒരു മാതൃക ഈ കഷ്ടതയുടെ വളരെ പ്രയാസപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നെങ്കിലും ഈ ദൈവസന്നിധിയിൽ വന്ന് ദൈവദാസന്മാർ ദൈവമക്കൾ ദൈവവചനം സംസാരിക്കുമ്പോൾ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. അല്ലാതെ ഉറക്കവും തൂങ്ങി ഞൊട്ടയും വിട്ട് തെക്കും പൊക്കും നോക്കി വായിക്കോട്ടയും വിട്ട് ഉഴപ്പി അടിച്ച് വല്ല ചാതി ഇത് തീർന്നാ മതി ചോറുണ്ടേച്ച് വീട്ടിൽ. അല്ല, നോട്ടോ ഇരിപ്പും കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക. സ്തോത്രം. ഇവരുടെ മാതൃക ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊള്ളുക. ഇന്ന് രാത്രി അങ്ങനെ വേണം വചനം കൈക്കൊള്ളാൻ. സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അതൊരു നല്ല മാതൃകയാണ്. ഈ ചില ഇടങ്ങളില് വചനം പ്രസംഗിക്കുമ്പോൾ നമുക്കൂടെ അങ്ങ് സങ്കടമാണ്. ചിലതിന്റെ ആ നോട്ടോ ഇരിപ്പും കണ്ട എന്തിനാ ഇങ്ങനെ യോഗം നടത്തുന്നത് എന്നുള്ള ധാരണയിലായിരിക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യം ഒരു ചൈതന്യവും സന്തോഷവുമില്ല. ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല. ചിലയിടത്ത് ദൈവദാസന്മാരൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ ചിലര് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടവും പിന്നെ അങ്ങ് ബുദ്ധിമുട്ടും ഒക്കെയാ. ഞാനിവിടുള്ളൊരു യോഗത്തിന് ഒരിക്കലൊരു ദൈവദാസൻ ശുശ്രൂഷിക്കുക, വേറൊരു ദാസൻ ഇരിക്കുക. ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല, സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആനന്ദത്തോടെ വചനം കൈക്കൊള്ളണം. എന്റെ ഭാഷ പറഞ്ഞ വചനം കേട്ട് ആസ്വദിക്കണം, വചനത്തിൽ രസിക്കണം. അതിൽ തന്നെ രസിക്കണമെന്നാണ്. ഇത് അണ്ണാക്കിന് മധുരമല്ലേ? സ്തോത്രം. വചനത്തിൽ ധൈര്യപ്പെട്ടോണം. നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ സ്ഥലം ദൈവസന്നിധിയാ. ഇതുപോലെ ഒന്നും വീട്ടിൽ ഇരുന്ന് സന്തോഷിക്കാൻ ഒക്കുവോ? നല്ല ചേലായി. നിങ്ങൾ ഇതുപോലെ ഒന്ന് വചനമൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിച്ചൊന്ന് സന്തോഷിച്ച് ഭർത്താവ് ഒന്ന് കാപ്പിതാ കുറെ നേരം ആയല്ലോ, ഇരുത്തുകയല്ല. ഞങ്ങൾക്കൊരു ഒരു ഒരു അമ്മാമയുണ്ട്. അവർ ഇച്ചിരി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാ. വെളുപ്പിനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഭർത്താവ് ഒരിക്കൽ വന്ന് പറയാം, മതി ആടിയത്, വെളുപ്പിനെ മുതൽ ആടാൻ തുടങ്ങിയതാണല്ലോ പാമ്പാടും പോലെ. അപ്പൊ പുള്ളിക്ക് കാപ്പി കുടിക്കണം, കാപ്പി കൊടുത്തില്ല. അതിനാ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പേരങ്ങടാ, ആ പേരൊന്നും അല്ല. മതിമോളി ആടിയത് വെളുപ്പിനെ മുതൽ ആട്ടം തുടങ്ങിയതാണല്ലോ, നിർത്തുകയല്ലോ. പുള്ളിക്ക് ഇതൊന്നും വിഷയമല്ല. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം.
ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ വക ദൈവമക്കൾക്കാ. ഇല്ലേ? ജീവിച്ചാലും മരിച്ചാലും എല്ലാം നമുക്ക്. പൗലോസ് പറഞ്ഞത് ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നത്. മദാമ പോയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. മദാമ പോയ കാര്യമേ, മദാമയ്ക്ക് 2 പിള്ളേരുണ്ടായിരുന്നു, 2 പെൺപിള്ളേര്. അമേരിക്കയിലും ലണ്ടനിലും ആയിരുന്ന. അമേരിക്കയിലെ മോള് മരിച്ചുപോയി. മദാമ ദൈവപൈതല. ലണ്ടനിലെ മോഡക്കിലോട്ട് പോവുക. അന്ന് കപ്പലിലാ പോകുന്നത്. കഥയാ. അപ്പോൾ അമേരിക്കയിലെ മകള് മരിച്ചു. അതും ദൈവപൈതല. അങ്ങ് നിത്യതയിലിട്ട് കർത്തസന്നിധിയിൽ വിശ്രമത്തിന് പോയി. ലണ്ടനിലെ മോളെ കാണാൻ പോവുക. അപ്പോൾ കപ്പലിൽ പോകുന്ന സമയത്ത് ഈ കപ്പല് അവസാനം ചുഴിയിലകപ്പെട്ട് കപ്പല് തകരുക. കപ്പലിനകത്തുള്ളവരെല്ലാവരും മെപ്രാളം പിടിച്ച് ഓടുകയും പായുകയും അലമുറകിടുകയും ചെറിയ ബോട്ടിലൊക്കെ കയറി രക്ഷപ്പെടാനൊക്കെ പരിശ്രമിക്കുകയും ചിലർ രക്ഷപ്പെടുകയും. അപ്പൊ ഈ മദാമ മാത്രം മേളിൽ പോയി പാട്ട് പാടുക, വയലിൻ വായിച്ചു. അപ്പൊ കപ്പിത്താൻ ഓടി വന്ന് എല്ലാരും രക്ഷപ്പെടുത്തുന്ന ഈ തള്ള മാത്രം ഇങ്ങനെ വായിച്ചു. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു പോലും, എല്ലാവരും കയറി രക്ഷപ്പെടുക, നിങ്ങൾ എന്നെ ഇങ്ങനെ. സ്തോത്രം. മദാമ അദ്ദേഹത്തോട് പറഞ്ഞെന്നാ പറയുന്നത്, കപ്പൽ മുങ്ങിയാലും എനിക്ക് സന്തോഷമാ, മുങ്ങാതെ അങ്ങ് ചെന്നാലും സന്തോഷം. ഇയോടി അതന്നെ. കപ്പൽ മുങ്ങി ഞാൻ ചാകുകയാണെങ്കിൽ മൂത്ത മോളുടെ കപ്പൽ. കപ്പൽ മുങ്ങാതെ രക്ഷപ്പെട്ട് ലണ്ടനിൽ ചെന്നാൽ ഇളയ മോളെ ഞാൻ കാണും. അതുകൊണ്ട് എനിക്ക് മുങ്ങിയാലും സന്തോഷമാ. സ്തോത്രം. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ടു നാം ചേർന്നിടുവാനായി. കാത്തു പാർക്കുന്നുണ്ടു നാമും നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു പോകാം നമുക്ക്. വിളിച്ചിടുന്നു പോകാം നമുക്ക്. ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു. ദൂതർ സംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു. ഓ വിശ്രമം കൂടാതെ കെരൂബിസാവികളിതാ. വിശ്രമം കൂടാതെ കെരൂബിസാവികളിതാ. ഗീതമോദമോട് കൈയടിച്ച് ചേർന്നിടുന്നു പരനെ. ഗീതമോദമോട് ശക്തിയോടെ കൈയടിച്ചിടുന്നു പരനെ. പോകാം നമുക്ക് നമുക്ക് സിയോൻ പുരിയിൽ. ഓ തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ. തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ. പട്ടണക്കാരായവരെ എന്നു കണ്ടിടൂ. സ്വർണ്ണ പട്ടണക്കാരായവരെ എന്നു കണ്ടിടൂ. മുത്തുഗോപുരങ്ങൾ ശോഭനാതരുക്കളിൽ. മുത്തുഗോപുരടിച്ച് ചേർന്ന് പ്രത്യാശയോടെ ശോഭനാതരുക്കളിൽ കാണുന്നുണ്ടത് പ്രഭാപുരത്തെ. കാണുന്നുണ്ടത് പ്രഭാപുരത്തെ. ദേവദൂത സന്തതികളെ വിശുദ്ധരെ. ദേവദൂത സന്തതികളെ വിശുദ്ധരെ. ദേവപുരവാസികളോടും ഗുണപരമാന ധീരമാന വൈരമാന ദേവപുരവാസികളോടും ചേർന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
கூட மோதால் வாசிப்பார் போகாமமுக மோதால் வாசிப்பார் போகாமமுகே ஓ அந்தாதே யாகம் நானம் தா நித்யராஜமே ஓ அந்தாதே யாகம் நானம் தா நித்யராஜமே ಈಗ ಅಂಧಕಾರ ಸಿಂಧೂವಿಲೊಳಗಿಡು ನಂಗ ಈಗ ಅಂಧಕಾರ സിന്ധൂവിലൊളിടും ഞങ്ങൾ എന്നായിടും തവ നീതിയിൽ കതിരോടെ എന്നായിടും തവ നീതി കതിരോടെ താമസിക്കല്ലേ സിയോൻ രാജാവേ പ്രത്യാശയോടെ സിയോൻ രാജാവേ താമസിക്കല്ലേ സിയോൻ രാജാവേ താമസിക്കല്ലേ സിയോൻ രാജാവേ താമസിക്കല്ലേ വീരബാല ഭൈരബാല കൂടബാലബാല വീരബാല ദൈവശക്തി വ്യാപരിക്കട്ടെ എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ പ്രത്യാശ വർദ്ധിക്കട്ടെ ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ കൂടബാല ഭൈരബാല വീരബാല ഭൈരബാല ധീരബാല ഓ നിബി കമന ബല 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 നിബി കമന ബല 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 വീരബല ബല 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 ഛൈല ബല 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 ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവ